സ്റ്റാർബക്സിന്റെ കോഫി ബിസിനസ് ഉടച്ചുവാർക്കാനുള്ള പദ്ധതിയിൽ ടാറ്റ ഗ്രൂപ്പ്. വിൽപ്പന കുത്തനെ ഇടിയുന്ന സാഹചര്യത്തിൽ താങ്ങാനാവുന്ന വിലയിൽ കോഫിയും സ്നാക്സും വിൽക്കാനാണ് കമ്പനിയുടെ തീരുമാനം. സ്റ്റാർബക്സിലെ കോഫി പലർക്കും ഇഷ്ടമാണെങ്കിലും വൻതുക ചെലവ് വരുന്നത് പലരെയും പിന്നോട്ട് വലിക്കുന്ന ഘടകമാണ്. കുടുംബത്തോടൊപ്പം ഒരു തവണ സ്റ്റാർബക്സിൽ നിന്ന് കോഫി കുടിച്ചാൽ തന്നെ ബജറ്റ് താളം തെറ്റും. ഇതിനിടെ സ്റ്റാർബക്സിന്റെ കോഫി ബിസിനസ് ഉടച്ചുവാർക്കാനുള്ള പദ്ധതിയിലാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിൽ സ്റ്റാർബക്സ് കോർപ്പറേഷനും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമാണ് കോഫി ഷോപ്പുകളുടെ ഉടമസ്ഥർ. ലോകത്തെ ഏറ്റവും വലിയ കോഫി കമ്പനിയാണെങ്കിലും നിലവിലെ ചെലവേറിയ ബിസിനസ് തന്ത്രം വൻ തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് ടാറ്റ ഗ്രൂപ്പ്. 1971 യുഎസിലെ സീറ്റിലിൽ സ്ഥാപിതമായ ബഹുരാഷ്ട്ര കമ്പനിയാണ് സ്റ്റാർബക്സ്. ഇന്ത്യയിൽ സ്റ്റാർബക്സ് കോർപ്പറേഷനും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സുമാണ് കോഫി ഷോപ്പുകളുടെ ഉടമസ്ഥർ. ലോകത്തെ ഏറ്റവും വലിയ കോഫി കമ്പനിയാണെങ്കിലും നിലവിലെ ചെലവേറിയ ബിസിനസ് തന്ത്രം വൻ തിരിച്ചടിയായെന്ന വിലയിരുത്തലിലാണ് ടാറ്റ ഗ്രൂപ്പ്. വില കുറച്ച് കോഫി ബിസിനസ് ജനപ്രിയമാക്കിയ ശേഷം പുതിയ നിക്ഷേപം നടത്തിയാൽ മതിയെന്ന നിലപാടിൽ കമ്പനി എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. സ്റ്റാർബക്സിന്റെ ഗ്ലോബൽ ചീഫ് എക്സിക്യൂട്ടീവ് ബ്രിയാൻ നിക്കോളും മുതിർന്ന ഉദ്യോഗസ്ഥരും ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനുമായി കഴിഞ്ഞയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ബിസിനസ് തന്ത്രം മാറ്റാൻ തീരുമാനിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2012 ഇന്ത്യയിലേക്ക് സ്റ്റാർബക്സ് വന്നത്. ഓരോ വർഷവും നിരവധി പുതിയ കോഫി ഷോപ്പുകൾ തുടങ്ങുന്നുമുണ്ട്. എന്നാൽ 13 വർഷമായിട്ടും ലാഭം നേടാൻ കഴിയാത്തത് കമ്പനിയുടെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നടപ്പാക്കിയ ആഗോള ബിസിനസ് മാതൃകയാണ് ഭീമമായ നഷ്ടത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. 3000 ചതുരശ്രയടി വലിപ്പമുള്ള കോഫി സ്റ്റോർ, ഒരു ദിവസം 700 കപ്പ് കോഫി വിതരണം ചെയ്യാനുള്ള സൗകര്യം, ഒരു കോഫിക്ക് ശരാശരി 400 രൂപയെന്ന ഉയർന്ന വില എന്നിവയാണ് സ്റ്റാർബക്സിന്റെ ആഗോള ബിസിനസ് മാതൃക. എന്നാൽ ചിലവിനെക്കുറിച്ച് വളരെ ബോധമുള്ള ഉപഭോക്താക്കളും ഉയർന്ന വാടകയും ശക്തമായ മത്സരവുമുള്ള ഇന്ത്യയിലെ കോഫി സ്റ്റോർ വിപണിയിൽ ഈ ബിസിനസ് തന്ത്രം വിജയിക്കില്ലെന്നാണ് കമ്പനി വിലയിരുത്തൽ. അതിനാൽ ജീവനക്കാരുടെ എണ്ണം കുറച്ച് ആഡംബര സൗകര്യങ്ങൾ ഒഴിവാക്കി താങ്ങാനാവുന്ന വിലയിൽ കോഫിയും സ്നാക്സും വിൽക്കാനാണ് നിലവിൽ കമ്പനിയുടെ തീരുമാനം. ചെലവ് കൂടുതലായത് കാരണം നിലവിലുള്ള സ്റ്റോറുകളിലെ വിൽപ്പന കുത്തനെ ഇടിയുന്നത് ബിസിനസ് തന്ത്രം മാറ്റാൻ ടാറ്റയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നിലവിലെ ബിസിനസ് മാതൃക പരാജയപ്പെട്ട സാഹചര്യത്തിൽ 2028 1000 സ്റ്റോറുകൾ തുടങ്ങാനുള്ള പദ്ധതി തൽക്കാലം മാറ്റിവെച്ചതായാണ് റിപ്പോർട്ടുകൾ. 25 വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ ചൈനയിൽ 8000 സ്റ്റോറുകളാണ് നിലവിൽ സ്റ്റാർബക്സിനുള്ളത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.